അബ്ബാസിൽ കിട്ടിയ വോട്ടുകൾ ഇടവോട്ടുകളായിരുന്നു കഴിഞ്ഞ തവണ. അത് ഇത്തവണ പൂർണ്ണമായും മുരളീധരന് കിട്ടും, അങ്ങനെയുണ്ട്? അതിനെപ്പറ്റി എനിക്കറിയാം, ഞാൻ പഠിച്ചിട്ടില്ല. കേരളത്തിൽ ബി.ജെ.പിക്ക് 5-ലധികം സീറ്റ് കിട്ടുമെന്നാണ് അവർ പറയുന്നത്. എങ്ങനെ അതൊക്കെ അവരുടെ ആഗ്രഹമാണ്. ആഗ്രഹമാകല്ല, എല്ലാവരും കണക്ക് കൂട്ടിയിൽ 20-20 മേടിക്കുന്നവരെന്ന് പറഞ്ഞിട്ടില്ലേ പലരും. അങ്ങനെ രാഷ്ട്രീയക്കാർ വെട്ടിപ്പൊട്ടിക്കുന്നവരെ അവരുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. വെട്ടിപ്പൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്ക് ആഗ്രഹങ്ങളെല്ലാം നിരാശയായിരുന്നു, അല്ലെങ്കിൽ അതിനുള്ള ന്യായങ്ങൾ അല്ലെങ്കിൽ കിട്ടാതിരുന്ന ന്യായങ്ങളെല്ലാം ഓരോരുത്തരും വിശദീകരിച്ചു വരും. തിരുവനന്തപുരം ആറ്റിങ്ങലും എങ്ങനെയുണ്ട്? തിരുവനന്തപുരം ആറ്റിങ്ങലുമോ എനിക്കറിയാം. ഏതായാലും തിരുവനന്തപുരത്തെ പറ്റി പറയുമ്പോൾ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയും നല്ല ടൈറ്റ് നിൽക്കുന്ന മുമ്പിലെന്ന് പറഞ്ഞ് ഞാനിവിടെ വന്നപ്പോൾ ചിലർ പറഞ്ഞ് അദ്ദേഹം ചിലപ്പോൾ ജയിക്കാൻ സാധ്യതയുണ്ടെന്നാണ്. പിന്നെ കോസ്റ്റലേറിയയിൽ ചില വോട്ടുകൾ കിട്ടിയോന്ന് സംശയമുണ്ട്. ആ വോട്ട് ഇവിടെ കിട്ടുമെന്ന് ഉറപ്പാണെന്നുണ്ടെങ്കിൽ ബി.ജെ.പിയുടെ ചന്ദ്രശേഖർ ജയിക്കുമെന്നുള്ള ഉറപ്പായിട്ട് പറയുന്നു. അതല്ലെങ്കിൽ ചിലപ്പോൾ ജസ്റ്റ് താഴെയായിപ്പോകുന്നു. ആര് ജയിച്ചാലും ചെറിയൊരു മാർജിനിൽ ജയിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എനിക്കറിയില്ല. കോട്ടയത്താണ്. അത് ഒരു പിടിയും കിട്ടുന്നില്ല. കാരണം 2 കേരള കോൺഗ്രസ്സാണ്. ഈ മറ്റൊന്ന് നിൽക്കുന്നത് ഒന്നാമത് വാസവനെ തോൽപ്പിക്കാൻ നടന്ന ആളാണ് ഇപ്പോൾ അപ്പുറം നിൽക്കുന്നത്, മാണി കോൺഗ്രസ്. ആ മാണി കോൺഗ്രസ് നിൽക്കുന്ന ആളാണ് കഴിഞ്ഞ പ്രാവശ്യം വാസവനെ പാർലമെൻറ്റിൽ തോൽപ്പിക്കാൻ നിന്നത്. പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകത, ഈ താമരക്ക് കുത്താൻ താല്പര്യമില്ലാത്ത ആളുകളുണ്ട്, അരുവാൾ ചുറ്റിയിലേക്ക് കുത്തുകൊള്ളുന്ന താല്പര്യമുള്ളവരുണ്ട്. അതോടൊപ്പം തന്നെ ഈ 2 വിഭാഗങ്ങൾ, അരുവാൾ ചുറ്റിയ, നക്ഷത്രം, അതുപോലെ കൈപ്പത്തി, ഇതിന് 3ലും കുത്തുമെന്നുള്ള താല്പര്യമുള്ള ആളുകളുണ്ട്. അത് 3ലും കുത്താനുള്ള താല്പര്യത്തിനുള്ള സ്ഥാനാർത്ഥികൾ ആരുമില്ല, ഈ ചിഹ്നമില്ല. അതുകൊണ്ട് ഈ 3 താല്പര്യം സംരക്ഷിക്കാൻ സാധിക്കാത്ത നിരാശരായ കുറേ ആളുകളുണ്ട്. അവരെല്ലാം ചിലപ്പോൾ കുടത്തിന് കുത്തിയെന്ന് വരാം. കുടം ഉള്ളത് പറഞ്ഞാൽ നിങ്ങൾ എന്നെ ഓടിക്കുക. ഉള്ളത് പറഞ്ഞാൽ ജയിക്കത്തില്ല. ആരാണ് ജയിക്കലെന്ന് പറഞ്ഞത്? ജയിക്കാൻ യാതൊരു സാധ്യതയില്ല. എനിക്ക് അവിടുത്തെ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട്. അത് ഇപ്പോൾ വെട്ടിക്കുന്നതിന് മുമ്പ് ഞാൻ അവിടുത്തെ കാര്യമേ പറഞ്ഞുള്ളൂ. അത് 2 മുരളിയും CPI സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. നല്ല കടുത്ത മത്സരമാണ് അവർ തമ്മിൽ, ശക്തമായ മത്സരമാണ്. അതാര് ജയിക്കും നമുക്കിപ്പോൾ പ്രവചിക്കാൻ സാധിക്കില്ല. പക്ഷേ സുരേഷ് ഗോപി ജയിക്കും. ഇപ്പോൾ പെട്ടി അടച്ചിരുത്തിക്കൊണ്ട് ഞാൻ പറയാം, നേരത്താണ് ഞാൻ പറയത്തില്ല, ജയിക്കാനുള്ള സാധ്യതയില്ല. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല, അദ്ദേഹം ഒരു സിനിമാക്കാരനാണ്. രാഷ്ട്രീയ അടവുനയവും മെയ്വഴക്കവും അദ്ദേഹത്തിന് ഇല്ലാത്തതിൻ്റേതായ എല്ലാ കുഴപ്പങ്ങളും അവിടെ സംഭവിച്ചിട്ടുണ്ട്. അത്രയും ഇതിനെപ്പറ്റി ഞാൻ പറയുന്നത്. ഒന്നും പറയാനൊക്കത്തില്ല. ഒക്കെ അല്ല, ഇവിടുത്തെ ഇലക്ഷൻ്റെ ട്രെൻഡ് കണ്ടിട്ട് ആർക്ക് എന്ത് കിട്ടുമെന്നൊന്നും പറയാൻ നോക്കാൻ രീതിയിൽ വളരെ ടൈറ്റാണിപ്പാ, നല്ല ടൈറ്റാണ്. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ഒരു വികാരം. ഒരു കാര്യം സത്യമാണ്, ബി.ജെ.പിക്ക് അല്ലെങ്കിൽ DAക്ക് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ വോട്ട് ഇവിടെ കിട്ടും. അതിൻ്റെ പ്രധാന കാരണം തന്നെ ഇവിടുത്തെ 3 മുന്നണികളും എന്താ പറയുന്നത്, അവർക്ക് ന്യൂനപക്ഷങ്ങളെ മതി. ഈ ന്യൂനപക്ഷങ്ങളെ പേരും മതേതരത്വവും ജനാധിപത്യവും എന്ന് വാതോരാതെ ഈ 3 കൂട്ടരും പറയും. അവർക്ക് ന്യൂനപക്ഷ പ്രീണനങ്ങൾക്ക് വേണ്ടിയിട്ടും അവർ വോട്ട് ബാങ്കായി നിൽക്കുന്നതുകൊണ്ട് അവരെ തൃപ്തിപ്പെടുത്തുവാൻ ഈ 3 മുന്നണികളും പരസ്പരം മത്സരിക്കുമ്പോൾ ഈ ഭൂരിപക്ഷ സമുദായത്തിൻ്റേതായ ഒരു വികാരം വിദ്വേഷമായിട്ട് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് കാണുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. കിട്ടാൻ യാതൊരു ന്യായമില്ല. ഇവിടെ പാർട്ടിയുണ്ട്, SNDP. മത്സരിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, മത്സരിക്കേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ മത്സരിക്കണമെന്ന് അവർ നിർബന്ധിച്ചാൽ ഒന്ന് വയറ് പൊക്കി കാണിക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. കാരണം നല്ലൊരു ഓപ്പറേഷൻ ചെയ്ത് വയറിട്ടുണ്ടായിരുന്നത്.
അത് കാണിച്ചെങ്കിൽ നീ രക്ഷപ്പെടാൻ നോക്കണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ രക്ഷപ്പെടാൻ സാധിച്ചില്ല. ആ രക്ഷപ്പെടാൻ സാധിക്കാതെ വന്ന ഒന്നാണ് ഇദ്ദേഹം ഇവിടെ നിന്ന് മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ, തുഷാർ, ഇവർ രണ്ടുപേരും ഒരേ സ്വരത്തിൽ എന്നോട് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും രാജീവ് ചന്ദ്രശേഖരൻ ഒരിക്കലും ഇവിടെ വരാൻ ആഗ്രഹിച്ചല്ല, അദ്ദേഹം ബാംഗ്ലൂരിൽ നിൽക്കണമായിരുന്നു. അത് തീരുമാനിച്ചു. അത് കേന്ദ്രത്തിൽ നിന്ന് തീരുമാനിച്ചാൽ അതിനെ മറിച്ച് പറയാനൊക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മത്സരിച്ച് നിന്നേ പറ്റൂ, അല്ലാതെ മാർഗമില്ല എന്ന് ഇവർ രണ്ടുപേരും ഒരേ സ്വരത്തിൽ എന്നോട് ഒന്നിച്ചു നിന്ന് പറഞ്ഞു. അതൊരു പാർട്ടി ഡിസിപ്ലിൻ അനുസരിച്ച് അവർ ചെയ്തായിരിക്കാം. എന്തുമാകട്ടെ, അവർ ജയിക്കുക ഓക്കെ, എന്തെല്ലാം എന്ത് ചെയ്യട്ടെ, ജനവിധിക്ക് വേണ്ടി നമുക്ക് കാത്തു നിൽക്കാം. എന്നാൽ ഒന്നേ ഉള്ളൂ, ഈ ന്യൂനപക്ഷ പ്രീണനം, ഭൂരിപക്ഷത്തിൻ്റെയോട് കാണിക്കുന്ന അവഗണനയും ഇത്തവണത്തെ വോട്ടിൽ പ്രതിഫലിച്ച് കാണും.